പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ ബഥേൽ ഹോളി സിറ്റി മിഷൻ എന്ന ഫേസ്ബുക്ക് ലൈവ് പേജിലൂടെ വീണ്ടും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ഈ ശബ്ദപരിധിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും, എൻ്റെ എല്ലാ കൂട്ടുപ്രവർത്തകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് അല്പസമയം ദൈവത്തിൻ്റെ വചന ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തന പുസ്തകം 71 അധ്യായം, അതിൻ്റെ 71 സങ്കീർത്തനം, അതിൻ്റെ 1 വാക്യം ഞാൻ ദൈവസന്നിധിയിൽ വായിക്കാം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകരുതേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രിയിൽ അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് വായിക്കുവാൻ കൃപ നൽകിയല്ലോ. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടത്, ജീവനും ചൈതന്യവും നൽകുന്നത്, അത് പാറിയെ തകർക്കുന്ന ചുറ്റികയായ അഗ്നിയായ വചനം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന വചനം കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് വായിക്കുവാൻ കൃപ നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തി തരണമേ. അത് ഗ്രഹിപ്പാൻ കൃപ നൽകണമേ. അടിയുടെ നാവിനോട് കൂടെ ഇരിക്കണമേ. ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും അടിയുടെ നാവിൽ നിന്ന് പുറപ്പെടരുതേ കർത്താവേ. ലോകവ്യാപകമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന കർത്താവെ, എന്നെ കാണുന്ന കർത്താവെ, വചനങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസമാധാനങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ആകുലതകൾ മാറട്ടെ കർത്താവേ. എല്ലാ ആത്മഹത്യ ചിന്തകൾ മാറട്ടെ, ശാരീരിക രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ കരങ്ങളുടെ ജനത്തെ ഏൽപ്പിക്കുന്നു. ആത്മീകമായ ഒരു അഭിവൃദ്ധി കാരണമാക്കണമേ. വചനത്തിൻ്റെ ശക്തി കർത്താവെ ഓരോ കാതുകളിലൂടെ ഇറങ്ങി കർത്താവെ ശരീരത്തിൽ വ്യാപരിച്ച് കർത്താവെ ദൈവിക അനുഗ്രഹത്തിലേക്ക് ജനത്തെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ സേവകാത്മാക്കളായ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്ന അനുഭവം ഉണ്ടാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് പരിശുദ്ധാത്മാവ് നടത്തും, പരിശുദ്ധാത്മാവ് സംസാരിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ തിരുവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 71 1 വാക്യമാണ് നമ്മൾ വായിച്ചത്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് 70 സങ്കീർത്തന ശീർഷകത്തിൽ കാണുവാനിടയായി തീരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് 71 സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 70 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് പറയുന്നത്, ദൈവമേ എന്നെ വിടിവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ എന്ന് ദാവീദ് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. തൻ്റെ ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് ദാവീദ് ഈ വാക്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദാവീദിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ അവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോകട്ടെ. കാരണം എന്താ? ഞാൻ മനുഷ്യനിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരരുത്. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച ദാവീദിൻ്റെ ആ ആശ്രയ മനോഭാവം, അല്ലെങ്കിൽ ആശ്രയിച്ച് ജീവിച്ച ആ ജീവിത ശൈലി, ജീവിത അനുഭവം ഈ സങ്കീർത്തനങ്ങളിൽ ഉടനീളം നമുക്ക് ദാവീദിന്റെ അനുഭവങ്ങൾ ദാവീദ് വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ് 27 സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. 27 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനകാരൻ ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാണ്: യഹോവ എൻ്റെ രക്ഷയാണ്, യഹോവ എൻ്റെ വെളിച്ചമാണ്, യഹോവ എൻ്റെ പരിചയാണ്, യഹോവ എൻ്റെ തല ഉയർത്തുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടേണ്ടു? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവർ തന്നെ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ച ദാവീദ് 23 സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം ഇങ്ങാണ്: മരണ നിഴലിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നു. യഹോവ എൻ്റെ ഇടയനാ, അതുകൊണ്ട് എനിക്കൊരു മുട്ടും ഉണ്ടാകുകയില്ല.
മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ, കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയാലും അത് ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുകയില്ല. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്ന 5-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, അതെ യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നീതിമാനെ, ഭക്തനെ ദാവീദ് പറഞ്ഞത് പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് അവനെ മറയ്ക്കുന്നു. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറഞ്ഞിരിക്കുന്നു, അനർത്ഥത്തിൽ തൻ്റെ കൂടാരത്തിൽ അവനെ ഒളിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അപ്പോൾ ഇവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്നത്, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഒരു നാളും ഞാൻ ലജ്ജിച്ച് പോകുവാൻ ഇടയാകരുതേ. നമുക്കറിയാം, ദാവീദ് ദൈവത്തിൽ ആശ്രയം വെച്ച ദാവീദിന്റെ ജീവിത അനുഭവം ഒത്തിരിയുണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട്. അത് നമുക്കറിയാം, അഭിഷേകം പ്രാപിച്ച ദാവീദിന്റെ ജീവിതത്തിൽ അഭിഷേകത്തിന് ശേഷം പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ, അതേ അനർത്ഥങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. അതുവരെയും അനുഭവിക്കാത്ത പ്രതിസന്ധികൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശമൂവേൽ പ്രവാചകനിലൂടെ കാട്ടിൽ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ട് നടന്നിരുന്ന ദാവീദിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ചേട്ടന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തു. ശമൂവേൽ പ്രവാചകനിൽ നിന്നും അഭിഷേകം ലഭിച്ചതിന് ശേഷം ദാവീദിന് നിരവധി പ്രതികൂലത്തിലൂടെ, പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവനെ ഇസ്രായേലിൽ രാജാവായിരിക്കുവാനാണ് നമ്മുടെ ദാവീദിനെ അഭിഷേകം ചെയ്തത്. പക്ഷെ വീണ്ടും കാട്ടിൽ ആടിനെ മേയ്ക്കുവാൻ പോകേണ്ടി വന്നു എന്ന് നമുക്കറിയാം. കാരണം ദാവീദ് പറഞ്ഞു, ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചതിന് ശേഷമാണ് കരടി വന്നു, സിംഹം വന്നു, ഞാൻ അതിനെ പിടിച്ച് കീറിക്കളഞ്ഞു. എൻ്റെ ആടിനെ അത് നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി കരടിയെയും അതേ സിംഹത്തെയും അത് കീറിക്കളഞ്ഞ അനുഭവം. ഈ അനുഭവത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് അത് ഇസ്രായേലിന് വിരോധമായി ഫെലിസ്ത്യ മലനായ ഗോലിയാത്ത് 40 ദിനരാത്രങ്ങൾ വെല്ലുവിളിക്കുന്നത്. അത് എന്നെ ജയിക്കുവാൻ ഇസ്രായേലിൽ ആരുണ്ട്? അപ്പോൾ ഇസ്രായേലിന്റെ യഹോവയായ ദൈവം ആരാണ്? ദൈവമാണോ എന്നൊക്കെ ചോദിച്ച് ഫെലിസ്ത്യ മലനായ ഗോലിയാത്ത് 40 ദിനരാത്രങ്ങൾ ഇസ്രായേലിന് വിരോധമായി വെല്ലുവിളിക്കുമ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച ദാവീദിന് അത് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ആത്മാവിൽ എരിവുള്ളവനായിട്ട് ചേട്ടന്മാരുടെ കുശലങ്ങളെ അറിയുവാൻ അപ്പൻ പറഞ്ഞയച്ചതാ. പക്ഷെ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ ഉള്ളിൽ എരിവുണ്ടായി. അതെ, ആ എരിവോടുകൂടെ അവൻ പറഞ്ഞു രാജാവിനോട്, എന്നെ ഒന്ന് അനുവദിക്ക്, ഈ ഗോലിയാത്തിനോടൊന്ന് യുദ്ധം ചെയ്യുവാൻ. രാജാവ് പറഞ്ഞു, മകനെ, നീ ചെറുതാ, നീ ബാലനാ, നിനക്ക് അതേ യുദ്ധം അഭ്യസിച്ച് പരിചയമില്ല. നിന്റെ ചേട്ടന്മാർ വരെ അതേ യുദ്ധം ചെയ്ത് പരിചയമുള്ളവരാ. പക്ഷേ അവർക്ക് വരെ ഈ ഗോലിയാത്തിനെ തകർക്കുവാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ നിനക്ക് എങ്ങനെ കഴിയും? ദാവീദ് പറഞ്ഞു, ഞാൻ ആശ്രയിക്കുന്നത് അതേ കുതിരകളിലോ രഥങ്ങളിലോ അല്ല, ഞാൻ ആശ്രയിക്കുന്നത് AK-47 ഞാൻ ആശ്രയിക്കുന്നത് അമ്പിലും വില്ലിലുമല്ല, യുദ്ധമുറകളിലല്ല, അതേ പടച്ചട്ട അണിഞ്ഞെനിക്ക് പരിചയമില്ല. പക്ഷേ ഞാൻ ആശ്രയിക്കുന്ന ഒരു യഹോവയുണ്ട്. ആ യഹോവ അഭിഷേകം എന്റെ മേലുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ എനിക്ക് അടുത്തറിയാം. ഞാൻ ആശ്രയിക്കുന്ന യഹോവ, അത് ഇസ്രായേലിന്റെ യഹോവയായ ദൈവത്തെ നിന്ദിക്കുന്നവനെ എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് ഫിലിസ്ത്യ മല്ലന്റെ നേരെ അതേ അടുത്തപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു, ഇന്ന് നിന്നെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് ദാവീദ് വിശ്വസിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മല്ലനായ ഗോലിയാത്തിനെ നേരെ അടുത്തു ചെന്നപ്പോൾ എന്തു സംഭവിച്ചു? ദൈവം മല്ലനെ, ആ ഗോലിയാത്തിനെ അത് ആ ദാവീദിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ അതേ ഭയത്തോടുകൂടെ, അതേ ഭാരത്തോടുകൂടെ, പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ജനം ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അതേ നാം മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് വിരോധമായി നിൽക്കുന്ന, നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന സകല പ്രതിസന്ധികളെയും ദൈവം നമ്മുടെ മുമ്പിൽ കീഴടക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമ്മുടെ ബുദ്ധി കൊണ്ട് കീഴടങ്ങാത്തത്, നമ്മുടെ അഭ്യാസങ്ങൾ കൊണ്ട് കീഴടങ്ങാത്തത്, നമ്മുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് കീഴടങ്ങാത്തത്, നമ്മുടെ പണങ്ങൾ കൊണ്ട് കീഴടങ്ങാൻ കഴിയാത്തത്, നമ്മുടെ ആൾഫലം കൊണ്ട് കീഴടങ്ങാൻ കഴിയാത്തത്, അത് ദൈവത്തിൽ നാം ആശ്രയം വയ്ക്കുന്നെങ്കിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ, തിരുവചനത്തിൽ ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാ, യഹോവേ, നീ എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണമേ. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറുവാൻ തക്കവണ്ണം ഇടയായി തീരും. അത് ഇന്ന് രാത്രിയിൽ നാം കർത്താവിൽ പൂർണ്ണമായി ആശ്രയം
ആശ്രയം വെച്ചാൽ നമുക്ക് വിരോധമായി നിൽക്കുന്ന അത് ശത്രുവിനെയും കീഴടക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ യഹോവയായ ദൈവം. അതുകൊണ്ട് ദാവീദ് 71-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു നാളും ഞാൻ ലജ്ജിച്ചു പോകരുത്. സാമ്പത്തികമായ ഉയർച്ചകളുടെ അനുഭവത്തിലൂടെ കടന്നു വരുമ്പോഴും, അത് സാമ്പത്തിക ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും, ക്ഷാമകാലത്തും പട്ടിണിയുടെ കാലത്തും, അത് ഉപദ്രവത്തിൻ്റെ കാലത്തും പീഡനങ്ങളുടെ കാലത്തും, ഏതും അതേ പാൻഡമിക് വേളകളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദ് പറയുന്നത്, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുകയില്ല. അതുകൊണ്ട് മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാൻ ആശ്രയിക്കുന്ന യഹോവയായ ദൈവം എനിക്ക് വെളിച്ചമായി എന്നോട് കൂടെ ഇരുന്ന് നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 26-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചന വാക്യത്തിൽ പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ എഴുതുവാനിടയായി തീരുന്നു, യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ അവനിൽ എന്നേക്കും ആശ്രയിപ്പീൻ. അപ്പോൾ സ്ഥിരമാനസൻ അതേ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ യഹോവേ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അപ്പോൾ ദൈവത്തിൽ അതേ പൂർണ്ണമായ ആശ്രയം വയ്ക്കുന്ന ഒരു ഭക്തനെ ദൈവം പൂർണ്ണ സമാധാനത്തോടെ കാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ഒരുപക്ഷെ ലോകത്തിലെ പ്രഗത്ഭന്മാരെ പോലെ കോടികൾ ബാങ്കിൽ ബാലൻസുകൾ കാണത്തില്ല, സൗന്ദര്യങ്ങൾ കാണത്തില്ല, അധികാരങ്ങൾ കാണത്തില്ല, മീഡിയകളിലോ അതേ പേപ്പറുകളിലോ അതേ മാസികകളിലോ പേരുകൾ കാണത്തില്ല, പേരും പ്രശസ്തിയും ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ സ്ഥിരമാനസൻ യഹോവയാം യാഹിൽ ആശ്രയം വെച്ചാൽ അവനെ പൂർണ്ണ സമാധാനത്തോടെ ദൈവം കാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. സമാധാനമില്ലേ ഇന്ന് മനുഷ്യനില്ലാത്തത്? അത് എല്ലാം വെട്ടിപ്പിടിക്കുന്ന മനുഷ്യനും അവസാനം സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുന്നു. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ഥിരമാനസനെ പൂർണ്ണ സമാധാനത്തോടെ ദൈവം കാക്കുമാറാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, 4-ാമത്തെ വാക്യത്തിൽ, യഹോവയാം യാഹിൽ ശാശ്വതമായ ആ പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. അപ്പോൾ ദൈവത്തിൽ എന്നേക്കും ആശ്രയിപ്പിൻ. ഏത് കാലഘട്ടങ്ങളിലും, ഈ പാൻഡമിക്കിന്റെ വേളകളാകട്ടെ, ജോലി നഷ്ടപ്പെടുമ്പോഴാകട്ടെ, ജോലി ലഭിക്കുമ്പോഴാകട്ടെ, രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴാകട്ടെ, ആരോഗ്യമുള്ള കാലത്താകട്ടെ, സാമ്പത്തികമുള്ള കാലത്താകട്ടെ, പട്ടിണിയുടെ കാലത്താകട്ടെ, ഉപദ്രവങ്ങളുടെ കാലത്താകട്ടെ, ഏത് കാലത്തും ആശ്രയിക്കാൻ കൊള്ളാകുന്നവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ. അതെ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതേ 17-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യന്റെ ഭാഗ്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അതിൻ്റെ പ്രത്യേകത എന്താ? ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ. അതിൻ്റെ പ്രത്യേകത ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അപ്പോൾ ആറ്റരികെ നട്ടിരിക്കുന്ന വൃക്ഷം ആ ആറ്റിൽ നിന്നും വെള്ളം കുടിച്ച് ആ വൃക്ഷത്തിൻ്റെ വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങി അവിടെ പറയുകയാണ്, ഉഷ്ണം തട്ടുമ്പോൾ ആ വൃക്ഷം വാടിപ്പോകത്തില്ല. ആ വൃക്ഷം വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കേണ്ടതായിട്ട് വരികയില്ല. വരൾച്ചയുള്ള കാലത്തും അത് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പോൾ ഏത് കാലത്തും ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം. അപ്പോൾ ഏത് കാലത്തും യഹോവയിൽ ആശ്രയിക്കാൻ കൊള്ളാം എന്ന് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും സങ്കീർത്തനത്തിലും കണ്ടു. പക്ഷെ ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന്റെ വിശേഷതകളെ കുറിച്ച് പറയുകയാണ്. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളവനാ. കാരണം എന്താണ്? അവൻ ആറ്റരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, ആ വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെ, അവൻ വരൾച്ചയുള്ള കാലത്തും ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കുകയില്ല. ഏത് കാലത്തും ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഒന്നേയുള്ളൂ. നാം പോയി ഫലം കായ്ക്കണമെന്നും നമ്മുടെ ഫലം നിലനിൽക്കണമെന്നും.
അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അതെ എന്നേക്കും കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്ന ആ സിയോൻ പർവ്വതം പോലെയായിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം, ഇന്ത്യയിൽ സൈക്ലോണിന്റെ വലിയ പ്രതികൂലങ്ങൾ അനവധി സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്കറിയാം കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കേരളത്തിൽ മാറി മാറി കോവിഡിന്റെ പ്രതിസന്ധികൾ മാത്രമല്ല, അതെ നമുക്കറിയാം ജലപ്രളയങ്ങൾ, ഉൾപൊട്ടലുകൾ, ഭൂചലനങ്ങൾ, അങ്ങനെ തുടങ്ങി മണ്ണിടിച്ചിലുകൾ, വിവിധ തരത്തിലുള്ള പ്രതികൂലത്തിലൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യയിൽ വെട്ടിക്കുളിയുടെയും മറ്റ് രാജ്യങ്ങളുടെ യുദ്ധത്തിന്റെ ശ്രുതികളും ഭീകര പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാരതത്തിലും നമ്മുടെ കേരളത്തിലും അനുദിന ദിവസവും പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഏത് പ്രതിസന്ധികളിലും കുലുങ്ങാതെ നിൽക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ്. ഈ കാലഘട്ടങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നെങ്കിൽ നാം കുലുങ്ങിപ്പോകുവാനിട വരികയില്ല, നാം ലജ്ജിച്ചു പോകുവാനിട വരുത്തുകയില്ല. ഏത് പകർച്ചവ്യാധിയുടെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് പ്രയാസങ്ങളുടെ നടുവിലും, ഏത് കഷ്ടതയുടെ നടുവിലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, നമ്മെ വിടിവിക്കുന്നവൻ, നമ്മെ ലജ്ജിക്കാതെ നമ്മുടെ തലകളെ ഉയർത്തി നിർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ നമ്മുടെ കർത്താവിൽ നാം പൂർണ്ണമായി ആശ്രയം വെച്ചാൽ ഏത് കാലത്തും, വരൾച്ചയുള്ള കാലത്തും അത് ഫലം കായ്ക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഈ പാൻഡമിക് വേളയിൽ നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്ന നല്ലൊരു വൈദ്യനാണ്, നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു സഹായകനാണ്, നല്ലൊരു ഇടയനാണ്, നല്ലൊരു സങ്കേതമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ദാവീദ് ഇങ്ങനെ പറഞ്ഞത് 118 സങ്കീർത്തനത്തിലെ ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, അത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ഭൂമിയിലെ മനുഷ്യന്റെ സഹായത്തിനൊക്കെ ഒരു പരിമിതികളുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ലോക രാജ്യങ്ങളില്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ 100 കോടീശ്വരന്മാരുടെ പേരുകൾ നമുക്കറിയാം. എന്നാൽ നമ്മുടെ ലോക രാജ്യങ്ങളിൽ അനേക കോടീശ്വരന്മാരുണ്ട്. അങ്ങനെയെങ്കിൽ കോടീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നിട്ടും, കോടികളും ലക്ഷങ്ങളും ബാങ്കിലുണ്ടായിരുന്നിട്ടും പലരും പണത്തിൽ ആശ്രയിച്ചു, ഡോക്ടർമാരിൽ ആശ്രയിച്ചു. പക്ഷെ കോവിഡ് എന്ന പാൻഡമിക്കിൽ നിന്ന്, കോവിഡ് എന്ന ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ പണം കൊണ്ടോ ഡിഗ്രികൾ കൊണ്ടോ പാണ്ഡ്യത്വങ്ങൾ കൊണ്ടോ ആരിൽ ആശ്രയിച്ചിട്ടും ആർക്കും കഴിഞ്ഞില്ല. ലക്ഷങ്ങൾ മുടക്കിയാലും സൗഖ്യം ചികിത്സിച്ചിട്ട് ഭേദമാക്കുവാൻ, കോവിഡിൽ നിന്നും വിമുക്തി പ്രാപിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് ദാവീദോട് പറഞ്ഞത്, എന്നേക്കും ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവൻ നമ്മുടെ ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകാതെ എന്നേക്കും നിലനിൽക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അതുകൊണ്ട് പാരമ്പര്യത്തിലും പണത്തിലും ഡിഗ്രികളിലും ഒക്കെ ആശ്രയിച്ചിട്ടും ലജ്ജിച്ചു പോയ അനേകരെ ഈ കാലഘട്ടങ്ങളിൽ പാൻഡമിക് വേളയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, 118 സങ്കീർത്തനത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദാവീദ് പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ലോകത്തിലെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നമ്മുടെ വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിലെ നമ്മുടെ ഗോത്രപിതാക്കന്മാരിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായിരിക്കുന്ന നമ്മുടെ ജോസഫ് ആ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് അപ്പക്കാരനും പാനപാത്രവാഹകനും ജോസഫിന്റെ അടുക്കൽ കാരാഗൃഹത്തിൽ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ ജോസഫിന്റെ ആ ബലഹീനമായിരിക്കുന്ന മനുഷ്യ ജീവിതത്തില് ജോസഫ് ആ അപ്പക്കാരനോട് പാനപാത്രവാഹകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരിൽ ആശ്രയിക്കാമെന്ന് ജോസഫിന് തോന്നി, അവർ വിടുവിക്കുമെന്ന് ജോസഫിന് തോന്നി. ജോസഫ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു തരാം, പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ, എന്നെ വിടുവിക്കുവാൻ രാജാവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണമേ. മനുഷ്യന്റെ ബലഹീനതയിൽ പലപ്പോഴും മനുഷ്യനിൽ ആശ്രയിക്കാൻ പരിശ്രമിക്കും. നമുക്ക് ഏത് പ്രതികൂലം വരുമ്പോഴും മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. കാരണം എങ്ങനെയെങ്കിലും ആ പ്രതികൂലത്തിൽ നിന്ന് നമ്മളൊന്ന് വിടുവിക്കപ്പെട്ടാൽ മതി എന്നുള്ള ഒരു തോന്നൽ, ഒരു സാഹചര്യ അനുഭവം നമ്മളെ അതിനെ പ്രേരിപ്പിക്കും. അത് നിശ്ചയമാ മനുഷ്യനായി ജീവിക്കുന്ന സകലർക്കും മനുഷ്യ സഹജമായ പ്രലോഭനങ്ങൾ കടന്നു വരാം. അതുപോലെ ജോസഫിന്റെയും ജീവിതത്തിൽ ആ സാഹചര്യത്തിൽ അനുഭവങ്ങൾ ഉണ്ടായി. ജോസഫ് അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു തരാം, പക്ഷേ എനിക്ക് തിരിച്ചൊരു സഹായം ചെയ്യാമോ? എന്താ ചെയ്യേണ്ടത്? യോസഫ് പറഞ്ഞു, നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ
രാജാവിനോട് റെക്കമെൻഡ് ചെയ്യണം, എന്നെയും ഒന്ന് വിടിവിക്കുവാൻ. കാരണം ഞാൻ ചെയ്ത തെറ്റിനല്ല ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. എന്നെ വിറ്റ് കളഞ്ഞതാണ്, എന്നെ മേടിച്ചു കൊണ്ട് വില കൊടുത്ത് വാങ്ങിച്ചതാണ്, എന്നെ വിറ്റ് കളഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനല്ല ഇവിടെ ശിക്ഷിക്കപ്പെടുവാനിടയായി തീർന്നിരിക്കുന്നത്, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ്. അതുകൊണ്ട് അവർ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയെങ്കിലും അത് ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചത് കൊടുത്തതുപോലെ അവർ വിടിവിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ വിടിവിക്കപ്പെട്ട മനുഷ്യൻ ജോസഫിനെ പിന്നെ ഓർത്തില്ല, ജോസഫിനെ പിന്നെ അറിഞ്ഞിട്ടില്ല, ജോസഫിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ടില്ല. പക്ഷേ വിളിച്ച ദൈവം ജോസഫിനെ മറന്നില്ല. ജോസഫിന് വേണ്ടി രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതേ കാരാഗ്രഹത്തിൽ നിന്നും രാജാവിൻ്റെ അകമ്പടികൾ വന്ന് ജോസഫിനെ അതേ രാജസ്ഥാനത്തേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ദാവീദിന്റെ അനുഭവത്തിൽ ദാവീദ് ഇവിടെ പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പ്രിയരേ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരിക്കും, ഞാൻ മരിക്കുകയില്ല. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ എൻ്റെ നാവ് കൊണ്ട് ഞാൻ വർണ്ണിക്കും. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഏതോ രോഗത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയ വേളകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെയും രോഗത്തിൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ടും ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ് പറയുകയാണ്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരിക്കും. കാരണം എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഞാൻ മരിക്കുകയില്ല. ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് യഹോവയിലാണ്. ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് വൈദ്യന്മാരിലല്ല, ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് മരുന്നിലല്ല, ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് എൻ്റെ അതേ സൃഷ്ടിതാവായ യഹോവയായ ദൈവത്തിലാണ്. അതുകൊണ്ട് ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് പ്രത്യാശയുള്ള ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു വിധവയായ അത് പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പ്രവാചക ശിഷ്യന്റെ ദാസനായിരുന്ന ആ ശിഷ്യന്റെ ഭാര്യ, അദ്ദേഹം മരിച്ചു. എന്നാൽ അല്പം കടഭാരമൊക്കെ ഉണ്ടായിരുന്നു. കടഭാരത്താൽ ഭാരപ്പെട്ടതായ ആ ശിഷ്യൻ പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു, യജമാനന്റെ ശിഷ്യനല്ല, ശിഷ്യൻ മരിച്ചുപോയി. ശിഷ്യന്റെ ഭാര്യ തൻ്റെ മക്കളെ വല്ലാതെ കടക്കാർ ഞെരക്കുന്നപ്പോൾ, അവരുടെ ഭവനത്തിൽ ഞെരക്കം വന്നപ്പോൾ, അത് ദൈവത്തിൽ ആശ്രയിച്ച അത് ആ ശിഷ്യന്റെ ഭാര്യ അത് പ്രവാചകന്റെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞു, യജമാനനെ, നിന്റെ ദാസൻ, എൻ്റെ ഭർത്താവ് അതേ ദൈവത്തെ ഭയപ്പെട്ട് നിന്റെ ദാസനായി ജീവിച്ചവനാണ്. പക്ഷേ ഇപ്പോൾ അവൻ മരിച്ചു. പക്ഷേ കടമുണ്ട്. അതേ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കുവാൻ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ് ഞങ്ങളെ രക്ഷിച്ചേ പറ്റൂ. കടക്കാർ ഞങ്ങളെ അതേ പീഡിപ്പിക്കുന്നു, കടക്കാർ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുവാനിടയായി തീരുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, അതേ മകൾ, നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? ദൈവത്തിൽ ആശ്രയം വെച്ച അവൾ ആ ദൈവപുരുഷന്റെ വാക്ക് കേട്ട് അതുപോലെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിലെ ആ കടഭാരം മാറത്തക്കവണ്ണം അവളുടെ ഭവനത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ അതേ കുപ്പി ഭരണയിലുണ്ടായിരുന്ന അല്പം എണ്ണ അവൾ അത് പകരാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവം അവളുടെ ജീവിതത്തിൽ വർധനവുണ്ടാക്കി, വളർച്ചയുണ്ടാക്കി, അത്ഭുതങ്ങളെ സൃഷ്ടിച്ചു. ദൈവം അതേ അവിടെ അവളുടെ ഭവനത്തിൽ ആ കടഭാരങ്ങൾ മാറുക മാത്രമല്ല, അവൾക്കും അവളുടെ കുടുംബങ്ങൾക്കും അവൾക്കും അവളുടെ തലമുറയ്ക്കും അതേ സുഖമായിട്ട് ജീവിക്കുവാൻ അവരുടെ ഭവനത്തിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ പാത്രത്തിലെ എണ്ണ കൊണ്ട് ദൈവം ഇടയാക്കിയെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെ കടഭാരത്തിലോ കഷ്ടതയിലോ കൈവിടുന്നവനല്ല നമ്മുടെ ദൈവം. അതെ, ക്ഷാമകാലത്ത് കൈവിടുന്നവനല്ല, രോഗക്കിടക്കയിൽ കൈവിടുന്നവനല്ല. 38 സംവത്സരം കുളക്കരയിൽ രോഗസൗഖ്യം കാത്തുകൊണ്ട് രോഗക്കിടക്കയിൽ കിടന്നിരുന്ന രോഗിയുടെ അടുക്കൽ യേശു വന്നു എങ്കിൽ, അതേ കർത്താവ് ഇന്ന് രാത്രിയിൽ അതേ രോഗക്കിടക്കയിൽ ഇറങ്ങി വന്ന് നമ്മെ വിടിവിക്കുവാൻ സർവശക്തനായ ദൈവം, അതേ പത്രോസിന്റെ അമ്മായിമ്മയുടെ പനിയെ യേശു തൊട്ട് സൗഖ്യമായി െങ്കിൽ അത് ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാർ രോഗക്കിടക്കയിൽ നശിക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. സാമ്പത്തിക കടഭാരമാകട്ടെ, വരൾച്ചകളാകട്ടെ, ക്ഷാമമാകട്ടെ, അത് ഏത് പ്രതിസന്ധികളിലും ലജ്ജിക്കുവാൻ ദൈവം ഒരു നാളും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ സന്ധ്യാസമയത്ത്, ഈ രാത്രികാലം, ഈ സമയം, ഈ ശബ്ദം എവിടെയിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ, ഒരുപക്ഷേ അതേ കോവിഡിന്റെ പ്രതിസന്ധികളിൽ ജോലി നഷ്ടപ്പെട്ട് നിരാശയിലായിരിക്കാം, നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കാം.
ഏത് പ്രതിസന്ധിയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തിൽ നാം പരിപൂർണമായി ആശ്രയം വെച്ചാൽ അവൻ നമ്മുടെ പരിചയാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ കോട്ടയാണ്, അവൻ നമ്മുടെ തല ഉയർത്തുന്നവനാണ്, അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ നമ്മളെ മറയ്ക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു നാളും ലജ്ജിച്ചു പോകാതെ യഹോവയായ ദൈവം അതേ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി അതേ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ വചനം കേൾക്കുമ്പോൾ? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ട്? ഈ പ്രതികൂലത്തിൽ നിന്നും ഈ പ്രതിസന്ധികളിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. അതേ ഇന്ന് രാത്രിയിൽ മനുഷ്യരാൽ അസാധ്യമായത് പോലും ദൈവത്താൽ സാധ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസും പത്രോസും പുതിയ നിയമ അപ്പോസ്തലന്മാർ കർത്താവിൽ ആശ്രയിച്ചതിന്റെ അനന്തര ഫലം യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചത് കൊണ്ട് പത്രോസ് തടവറയിലായി. തടവറയിൽ കിടന്ന പത്രോസിനെ യേശു കൈവിട്ടില്ല, പൗലോസിനെ കൈവിട്ടില്ല, ശീലാസിനെ കൈവിട്ടില്ല. പത്മോസിന്റെ ഏകാന്തതയിൽ അതേ ഈർച്ചവാൾ കൊണ്ട് അറക്കപ്പെട്ടിരുന്ന അതേ തിളച്ച എണ്ണയിലിട്ട അതേ യോഹന്നാനെ ദൈവം കൈവിട്ടില്ല. ഇറങ്ങിച്ചെന്നെങ്കിൽ വെളിപ്പാട് കൊടുത്തെങ്കിൽ വിടിവിച്ചെടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിന്റെ ശബ്ദം കേട്ട് നാം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെച്ചാൽ അവൻ ഏത് കാലഘട്ടത്തിലും നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു തരുന്ന, കാരാഗ്രഹത്തെ ഇളക്കുവാൻ സർവശക്തനായവൻ, ചെങ്കടലിനെ ഉണക്കുവാൻ സർവശക്തനായവൻ, യോർദാനെ അതെ വറ്റിക്കുവാൻ സർവശക്തനായവൻ, മരുഭൂമിയിൽ മഞ്ഞയക്കുവാൻ സർവശക്തനായവൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ കർത്താവിനെ നമുക്കൊന്ന് ആശ്രയിക്കാം, ദൈവത്തിൽ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. കർത്താവ് നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാമോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് എത്ര പ്രഭുക്കന്മാർ നമ്മളെ പ്രലോഭിപ്പിച്ചാലും ഇന്ന് രാത്രിയിൽ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, നമ്മൾ ആരുടെ പ്രലോഭനത്തിലും വീണു പോകരുത്. അത് നമ്മൾക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിൽ നാം ആണെങ്കിൽ, യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഏത് കാലത്തും ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. വരൾച്ചയുള്ള കാലത്തും ഫലം കായ്ക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് വാടുകയില്ല. അതുകൊണ്ട് വാടിപ്പോകാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കൊരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഏത് കാലഘട്ടത്തിലും അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ദൈവകൃപ എൻ്റെ മേൽ അങ്ങ് പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ തിരുപ്പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും ഞങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങിൽ ആശ്രയിക്കാൻ കഴിയാതെ മനുഷ്യരിലും സാമ്പത്തികത്തിലും പാരമ്പര്യത്തിലും പ്രഭുക്കന്മാരിലൊക്കെ ആശ്രയിച്ചു പോയ സാഹചര്യം കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഞങ്ങളിപ്പോൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. കർത്താവിൽ മാത്രം ആശ്രയിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ആ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് രാത്രിയിൽ ഞങ്ങളുടെ കുറവുകളെല്ലാം അങ്ങ് ക്ഷമിച്ചതിന് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി 33 വയസ്സ് വരെയും ജീവിച്ച് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോടുകൂടെ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ടെന്നരുളി ചെയ്ത നാഥ, അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടുത്തെ വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വിവിധ മീഡിയകളിലൂടെ ശ്രദ്ധിക്കുന്ന അതേ കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കുവാൻ സ്വർഗം സഹായിക്കണം. അവിടുത്തെ കൃപ ഞങ്ങളുടെ ജനത്തോട് കൂടെ ഇരിക്കുമാറാകണം. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങയിൽ ഉറച്ചു നിന്നുകൊണ്ട്, അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ നാളും കർത്താവിന് വേണ്ടി കർത്താവെ വിജയകരമായ ഒരു കൃത്യജീവിതം നയിപ്പാൻ നമ്മുടെ മക്കളെ ദൈവം സഹായിക്കണമേ. സ്വർഗം അങ്ങയുടെ ജനത്തോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
പ്രിയരെ, നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ, അനുഗ്രഹമായെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേകർ ദൈവത്തിൻ്റെ വചനം കേട്ട് നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ വാട്സാപ്പ് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് എഴുതി അറിയിച്ചാൽ നിശ്ചയമായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നാളെ രാത്രി നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നവരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കൂടെ ഇരുന്ന് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.